കേരളത്തിലെ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു 3 ഘടകങ്ങൾ പ്രത്യേകമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുന്ന, നിർണയിക്കുന്ന സുപ്രധാനമായ നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ഇത്തവണയുണ്ട്. എന്നാൽ ഇപ്രാവശ്യം പ്രത്യേകമായി ഒരു 3 ഘടകങ്ങൾ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും അത്രയധികം പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ഒരു 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് SIR ബന്ധപ്പെട്ട കാര്യമാണ്. SIR നടപ്പിലാക്കിയപ്പോൾ മിക്കവാറും എല്ലാ നിയോജക മണ്ഡലത്തിലും തന്നെ 10,000 മുതൽ 15,000 വരെയൊക്കെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ആ നീക്കം ചെയ്യപ്പെട്ടു പോയതിൽ എത്ര പേർ യഥാർത്ഥത്തിലുള്ള വോട്ടർമാരായിരുന്നു? അവർ വോട്ടർ പട്ടികയിൽ നിലനിന്നിരുന്നുവെങ്കിൽ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരായിരുന്നു? അവർ എങ്ങനെ ചിന്തിക്കുമായിരുന്നു? അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണത്തെ വോട്ടിന്റെ പ്രത്യേകതകളും വിലയിരുത്തുമ്പോൾ ഈ SIR നിന്ന് നീക്കം ചെയ്യപ്പെട്ടു പോയ, വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു പോയ ആ വോട്ടർമാരുടെ അവരെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ശരിയായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ടോ? രണ്ടാമത്തേത് ജെൻസി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഒരു ഫാക്ടറാണ്. ജെൻസി ഫാക്ടർ 97-നും 2012-നും ഇടയിൽ ജനിച്ച താരതമ്യേന ചെറുപ്പക്കാരായ വോട്ടർമാർ അവരെങ്ങനെ ചിന്തിക്കുന്നു? അവരുടെ ചിന്താഗതികൾ, പ്രതീക്ഷകൾ, അഭിലാഷങ്ങൾ, മനോഭാവങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇത്തവണത്തെ വോട്ടിനെ തീർച്ചയായിട്ടും വിശേഷാൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകമായിട്ട് ഞാൻ കാണുകയാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള അമിതമായ പ്രചാരണമാണ്. ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ അധികമായി കാണപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയുമെല്ലാം നടത്തുന്ന പല പ്രചാരണങ്ങളും പല പോസ്റ്റിങ്ങുകളും ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ AI ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പല പ്രചാരണങ്ങളും പല പോസ്റ്റിങ്ങുകളും അത് ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു? പത്രം വായിക്കാത്ത, ന്യൂസ് ബുള്ളറ്റിൻ കേൾക്കാത്ത, അല്ലെങ്കിൽ അതുപോലെയുള്ള ചർച്ചകളും ഇതര കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നു വരാം. അപ്പോൾ അത് ഇവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കാം. അപ്പോൾ ഈ 3 ഘടകങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ SIR ഫാക്ടർ, ജെൻസി ഫാക്ടർ, അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഫാക്ടർ, ഈ 3 ഘടകങ്ങളും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകമായി വിശേഷാൽ സ്വാധീനിക്കാനുള്ള, നിർണയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായ പരാജയവും ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായ വിജയവും ഉണ്ടായേക്കാം.